ഒരിക്കൽ ഗോലോകനാഥനായ ശ്രീകൃഷ്ണന്റെ ഹൃദയം ഒരു ഭക്തിയുടെ ദുഃഖം കണ്ട് ഉരുകിപ്പോയി. തന്റെ പരമഭക്തയായ ഒരു സ്ത്രീ ഇരുട്ടുമുറിയിൽ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വിശപ്പും ദാഹവും സഹിച്ചു കഴിയുന്നത് ഭഗവാൻ കണ്ടു. തന്റെ ഭക്തയുടെ ക്രൂരയായ പതിമാതാവ് വടിയോങ്ങി അവളെ പ്രഹരിക്കുമായിരുന്നു. ക്ഷേത്ര ദർശനത്തിന് പോകാൻ നിനക്ക് വലിയ വെമ്പലാണല്ലോ, എന്നാൽ പൊയ്ക്കോളൂ. പക്ഷേ ഈ തൂണിൽ നിന്ന് നീ വിട്ടുമാറാൻ ശ്രമിച്ചാൽ നിന്റെ അന്ത്യം എന്റെ കൈകൾ കൊണ്ടായിരിക്കും. തന്റെ ഭക്തിക്ക് വേണ്ടി ലോകനാഥനായ ഭഗവാൻ ചരിത്രത്തിലില്ലാത്ത ഒന്ന് ചെയ്തു. അവിടുന്ന് ഒരു ദാസിയായി മാറി. മാസങ്ങളോളം ഒരു ക്രൂരയായ സ്ത്രീയുടെ ചീത്തവിളികൾ കേട്ടും എച്ചിൽ പാത്രങ്ങൾ കഴുകിയും മർദ്ദനം സഹിച്ചും ഭഗവാൻ അവിടെ കഴിഞ്ഞു. എന്തിനായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ദാസിയായി വേഷം മാറിയത്? മഹാരാഷ്ട്രയിലെ ഭക്ത സഖുഭായിയുടെ കഥയാണിത്. സഖുഭായിക്ക് വിഠ്ഠല ഭഗവാൻ, അതായത് ശ്രീകൃഷ്ണനായിരുന്നു സർവവും. എന്നാൽ അവളുടെ പതിമാതാവ് അതിക്രൂരയായിരുന്നു. പകൽ മുഴുവൻ സഖുഭായിയെ തല്ലുകയും ഭക്ഷണം നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. ഭഗവാന്റെ നാമം ജപിക്കാൻ പോലും അവർ സമ്മതിച്ചിരുന്നില്ല. ഒരു ദിവസം സഖുഭായി പറഞ്ഞു, എനിക്ക് തീർത്ഥാടനത്തിന് പോകണം. ഇത് കേട്ട് കോപിഷ്ഠയായ പതിമാതാവ് സഖുഭായിയെ മുടിയിൽ പിടിച്ചു വലിച്ചിഴച്ചു. ഒരു തൂണിൽ കെട്ടിയിട്ടു. കയറുകൾ മുറുക്കി. അവളുടെ കൈകളിൽ നിന്ന് രക്തം പൊടിഞ്ഞു. പതിമാതാവ് അതിദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, നീ കാരണം ഞങ്ങളുടെ കുടുംബത്തിന് അപമാനമാണ്. വേദന കൊണ്ട് പൊളഞ്ഞ സഖുഭായി കൃഷ്ണ ഭഗവാനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലയോ കൃഷ്ണ ഭഗവാനെ, എന്നെ ഈ നരകത്തിൽ നിന്ന് അങ്ങ് എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല? പെട്ടെന്ന് ആ മുറിയിൽ ഒരു ദിവ്യ പ്രകാശം നിറഞ്ഞു. ലളിതമായ വേഷം ധരിച്ച ഒരു സ്ത്രീ സഖുഭായിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ കെട്ടുകൾ അഴിച്ചുകൊണ്ട് പറഞ്ഞു, പുത്രി, നീ ക്ഷേത്രത്തിൽ പോയിക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അതൊരു അയൽവാസിയാണെന്ന് കരുതി സഖുഭായി തീർത്ഥാടനത്തിന് പോയി. എന്നാൽ വന്നത് സാധാരണ സ്ത്രീ ആയിരുന്നില്ല, സാക്ഷാൽ കൃഷ്ണ ഭഗവാനായിരുന്നു. ഭഗവാൻ സഖുഭായിക്ക് പകരം സഖുഭായിയുടെ അതേ രൂപത്തിൽ ആ തൂണിൽ സ്വയം കെട്ടപ്പെട്ടു നിന്നു. അടുത്ത ദിവസം പതിമാതാവ് വന്ന് സഖുഭായിയുടെ വേഷത്തിലുള്ള ഭഗവാനെ ആഞ്ഞടിക്കുകയും വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തു. ഭഗവാൻ ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല. എച്ചിൽ പാത്രങ്ങൾ മുഖത്തേക്ക് എറിഞ്ഞു. എന്നിട്ടും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടുജോലികളെല്ലാം ചെയ്തു. മാസങ്ങളോളം ആ അധിക്ഷേപങ്ങളെല്ലാം സഹിച്ചു ഭഗവാൻ അവിടെ കഴിഞ്ഞു. അതേസമയം യഥാർത്ഥ സഖുഭായി ഭഗവാന്റെ ദർശനത്തിൽ മുഴുകി ഭക്തിയുടെ പാരമ്യത്തിൽ അവൾ അവിടെ വെച്ച് തന്നെ ശരീരം വെടിഞ്ഞു. ഇതറിഞ്ഞ രുക്മിണി ദേവി പരിഭ്രാന്തയായി. കാരണം ഭക്ത മരിച്ചാൽ ഭഗവാൻ എന്നും സഖുഭായിയുടെ വേഷം കെട്ടി ആ വീട്ടിൽ കഴിയേണ്ടി വരും. രുക്മിണി ദേവി ഉടൻ തന്നെ സഖുഭായിയുടെ ചിതാഭസ്മത്തിൽ നിന്ന് അവളെ പുനർജീവിപ്പിച്ചു. സഖുഭായി മരിച്ച വിവരം കണ്ടുനിന്ന ഭക്തർ വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിച്ചു. അപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്നത് ആരാണെന്ന ചോദ്യം ഉയർന്നു. സത്യം പുറത്തു വന്നപ്പോൾ പതിമാതാവ് ഭയന്നുപോയി. തുടർന്ന് അവർ വീട്ടിലുള്ള സഖുഭായിയെ നോക്കി. എന്നാൽ താൻ അടിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്ത സഖുഭായിയുടെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യമായ നീല പ്രകാശം പുറപ്പെടുന്നത് അവർ കണ്ടു. ആ സമയം രുക്മിണി ദേവി പുനർജീവിപ്പിച്ച യഥാർത്ഥ സഖുഭായി വീട്ടിൽ തിരിച്ചെത്തി. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന സഖുഭായി അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ നിമിഷം അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ പുറത്ത് അടികൊണ്ട പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. ഭഗവാൻ പറഞ്ഞു, മാതേ, നിങ്ങൾ ഇത്രയും കാലം തല്ലിയത് സഖുഭായിയല്ല, എന്നെയായിരുന്നു. എന്റെ ഭക്തിയുടെ കണ്ണുനീർ തുടയ്ക്കാൻ ഞാൻ സന്തോഷത്തോടെ നിങ്ങളുടെ സേവകയായി മാറി. പണ്ഡർപൂർ ക്ഷേത്രത്തിലെ ചരിത്രത്തിൽ ഇന്നും ഈ കഥ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഭക്തി ശുദ്ധമാണെങ്കിൽ ഭഗവാൻ പോലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെടാൻ തയ്യാറാകും എന്നതാണ് ഈ കഥയുടെ സന്ദേശം. വിഠ്ഠല ഭഗവാന്റെയും സഖുഭായിയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ രാധേ.